അത് പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള മത്സരം അത് വടക്കുനാഥിനെ സാക്ഷിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മേളം കേട്ടില്ലേ, മേളത്തിന്റെ പെരുമ. എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് മേളം കേൾപ്പിക്കാമെന്ന് തോന്നുന്നു. മേളം ഒന്ന് കേൾപ്പിക്കാവൂ. പക്ഷേ ജെയിംസ് സാർ, മേളം ഈ ജനങ്ങളുടെ ആരവത്തിൽ മേളം അങ്ങ് മുങ്ങിപ്പോവുകയാണ്. ഈ കുടകൾ ഇതാ നോക്കൂ ജെയിംസ് സാർ, ഈ കുടകളുടെ പ്രത്യേകത ഇതിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന നിറങ്ങൾ ആലേഖനം ചെയ്ത കുടകളാണ്. അപ്പോൾ ഇപ്പോൾ പല നിറത്തിലുള്ള കുടകൾ, ഇപ്പോൾ തിരുവമ്പാടി ഇതാ നോക്കൂ, അതിലെ കോലം എഴുന്നള്ളുന്ന ആനയുടെ പുറത്ത് ഒരു നിറം, ബാക്കിയുള്ള ആനകൾക്ക് വേറൊരു നിറം. അങ്ങനെ ഇപ്പോൾ നോക്കൂ, ഓരോ ആനകൾക്കും ഓരോ നിറമുള്ള ഒരു കുടകൾ നമ്മൾ കണ്ടു. ഇവിടെ തിരുവമ്പാടിയുടെ മഞ്ഞ നിറം, അതാ ഒരു ജെയിംസ് സാർ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സവിശേഷമായ ഒരു മഞ്ഞയാണ്. അത് വെയിൽ കൂടി അതിൻ്റെ മുകളിലേക്ക് അടിക്കുമ്പോൾ ആ മഞ്ഞയുടെ സൗന്ദര്യം കൂടും. ആ മഞ്ഞ തിടമ്പേറ്റുന്ന ആനയ്ക്ക് മാത്രമാണുള്ളത്. മറ്റ് ആനകളുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ മറ്റ് ആനകളുടെ പുറത്ത് എന്തുന്നത് മറ്റൊരു നിറമാണ്. അങ്ങനെ എന്തൊക്കെ തരത്തിൽ വ്യത്യസ്തത ഈ കുടമാറ്റത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ അതൊക്കെ തിരുവമ്പാടിയും പാറമേക്കാവും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ പാറമേക്കാവും തിരുവമ്പാടിയും അവരുടെ കൈവശമുള്ള സാധാരണ അവരുപയോഗിക്കുന്ന തുടക്കത്തിൽ ഉപയോഗിക്കുന്ന കുടകൾ എടുത്ത് പ്രയോഗിക്കുകയാണ്. അണിയറയിൽ എന്തൊക്കെയാണ് ഒരുങ്ങിയിട്ടുള്ളത് അതിങ്ങോട്ട് വരാൻ ഇരിക്കുന്നുണ്ട്. ആ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്ന കുടകൾ അത് തിരുവമ്പാടിയുടെ കുടകളാണ്.